പുനർജനി പറവൂരിന് പൊതുജീവൻ പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിച്ചു നൽകുന്ന 4 വീടുകളുടെ ശിലാസ്ഥാപനം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. പുല്ലാർക്കാട്ട് വത്സലകുമാർ സൗജന്യമായി നൽകിയ 5 സെന്റ് ഭൂമിയിൽ 2 നിലകളിലായാണ് 4 വീടുകൾ നിർമ്മിക്കുന്നത്. വിദേശ മലയാളികളായ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ, ഡോക്ടർ അസ്ലം സലീം എന്നിവരുടെ സാമ്പത്തിക സഹകരണത്തോടെ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. പുനർജനി പറവൂരിന് പൊതുജീവൻ പദ്ധതി പ്രകാരം ഭൂരഹിത ഭവനരഹിതർക്കായി നിർമ്മിക്കുന്ന 4 വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ നിർവഹിച്ചു. വീടില്ലാത്ത ഭവനരഹിതരായ 4 പേർക്ക് ഒരു ഫ്ലാറ്റ് നിർമ്മിച്ചു കൊടുക്കാനുള്ള പദ്ധതിയാണ് നമ്മൾ പുനർജനി ട്രസ്റ്റ് ആസൂത്രണം. അതിലിപ്പോൾ നമുക്ക് 4 പേര് നമ്മളെ സഹായിക്കുകയാണ്. അത് നമ്മുടെ ഉമ്മനായ ഇക, അദ്ദേഹം വലിയ ബിസിനസ്സുകാരനാണ്. ഗൾഫിൽ ഒരുപാട് കാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ കൂടെ സാന്നിധ്യത്തിലാണ് നമ്മളിവിടെ ശിലാസ്ഥാപന കർമ്മം നിർവഹിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ശ്രീ വി.പി. സലീം, ശ്രീ നിഷാദ്, അതുപോലെ ശ്രീ ITL സിദ്ദീഖ്, മറ്റ് 3 പേരും കൂടി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഇവർ 4 പേരും കൂടി ചേർന്നാണ് ഈ ഫ്ലാറ്റ് നിർമ്മിക്കുന്നത്. 4 കുടുംബങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ ഫ്ലാറ്റിൽ കയറി താമസിക്കാൻ വേണ്ടിയിട്ട് വേഗത്തിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തും. അത് ഈ സ്ഥലം കിട്ടുന്ന ശ്രീ വത്സലകുമാരോട് ഞാൻ പ്രത്യേകമായിട്ട് നന്ദി. സ്വന്തമായി ഭൂമിയില്ലാത്ത 4 കുടുംബങ്ങൾക്ക് പുല്ലാർക്കാട്ട് വത്സലകുമാർ സൗജന്യമായി നൽകിയ 5 സെന്റ് ഭൂമിയിലാണ് 2 നിലകളിലായി 4 വീടുകൾ നിർമ്മിക്കുന്നത്. വിദേശ മലയാളികളായ ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ, ഡോക്ടർ അസ്ലം സലി എന്നിവരുടെ സാമ്പത്തിക സഹകരണത്തോടെ പുനർജനി ചാരിറ്റബിൾ ട്രസ്റ്റാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഡോക്ടർ മുഹമ്മദ് കുട്ടി നെച്ചിക്കാട്ടിൽ, ടി.എ. നവാസ്, ഡെന്നി തോമസ്, P.R. രവി, G. രാജൻ, ഷാരോൺ പനക്കൽ, സന്തോഷ്, A.A. മുഹമ്മദ് സഗീർ, P.M. സുദർശനൻ, ഫ്രാൻസിസ് വലിയപറമ്പിൽ, രമേശ് ഡി. കുറുപ്പ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ. പറവൂർ ഗോൾഡ് ജ്വല്ലറി, നോർത്ത് പറവൂർ.